എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 75ഉം 76ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകത്തിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ശ്രീകൃഷ്ണനോട് ഗോപൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ശ്രീകൃഷ്ണൻ എന്താണ് ആ ഗോപനോട് മറുപടി പറയണത് എന്ന് നോക്കാം. നമുക്കാദ്യം 75-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഇതി ശ്രുതി പ്രീതികരീം സദേവസ്താം ഗോപവൃദ്ധസ്യ ഗിരം നിശമ്യ അവോചദാവിഷ്കൃത ഗൗരവസ്തം മുഖേന മന്ദസ്മിതഭാസുരേണ. ആദ്യം പദച്ഛേദം നോക്കാം. ഇതി ശ്രുതിപ്രീതികരീം സ ദേവ താം ഗോപവൃദ്ധസ്യ ഗിരം നിശമ്യ അവോചത് ആവിഷ്കൃത ഗൗരവ തം മുഖേന മന്ദസ്മിത ഭാസുരേണ. എന്താണ് ഉണ്ടായത്? ആ ഗോപൻ അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തിയപ്പോൾ ഗോപനോട് ഭഗവാൻ മറുപടി പറയാൻ ആരംഭിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. സദേവ, ആ ദേവൻ ശ്രീകൃഷ്ണൻ, ഇതി ശ്രുതിപ്രീതികരീം താം ഗിരം നിശമ്യ ഗോപവൃദ്ധസ്യ താം ഗിരം നിശമ്യ ഇതി ഇപ്രകാരം ശ്രുതിപ്രീതികരി. ശ്രുതിപ്രീതികരി എന്ന് പറഞ്ഞാൽ ശ്രുതി എന്നുള്ളതിന് ഇവിടെ ചെവി എന്നാണ് അർത്ഥം. കർണങ്ങൾക്ക് പ്രീതി ഉണ്ടാക്കുന്നതായ, കേൾക്കാൻ ആനന്ദകരമായിട്ടുള്ള പ്രാർത്ഥനയാണ്, ദുഃഖങ്ങളാണ് പറയണതെങ്കിലും വളരെ വിനയത്തോടുകൂടി താഴ്മയോട് കൂടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കേൾക്കാൻ വളരെ സുഖകരമായിരുന്നു. പറയണ വൃത്താന്തം അത്ര രസകരമായിരുന്നില്ല എങ്കിലും പറയണതിൻ്റെ രീതി വളരെ താഴ്മയുള്ളതായിരുന്നു. അതുകൊണ്ട് അത് മുഴുവനും ഭഗവാൻ കേട്ടിട്ട്, കർണാനന്ദകരമായിട്ടുള്ള ആ വൃദ്ധ ഗോപന്റെ വാക്കുകൾ കേട്ടിട്ട്, അതാണ് ശ്രുതിപ്രീതികരീം ഗോപവൃദ്ധസ്യ താം ഗിരം നിശമ്യ. ഗോപവൃദ്ധന്റെ പ്രായം ചെന്നിട്ടുള്ള ആ ഗോപാലന്റെ ഗിരം, താം ഗിരം, ആ വാക്കുകൾ മുഴുവൻ, ഇപ്പോൾ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് എന്തൊക്കെയാണോ പറഞ്ഞു നിർത്തിയത് അത് മുഴുവനും നിശമ്യ കേട്ടിട്ട്, ലബന്ധമഭിയാണ് നിശമ്യ, അത് കേട്ടിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? തം, അദ്ദേഹത്തിനോട് മന്ദസ്മിത ഭാസുരേണ മുഖേന ആവിഷ്കൃത ഗൗരവ അവോചത്. തം മന്ദസ്മിത ഭാസുരേണ മുഖേന, അദ്ദേഹത്തിനോട് നേരെ നോക്കിയിട്ട് ഒരു ചെറുപുഞ്ചിരിയോട് കൂടിയിട്ട്, അതാണ് മന്ദസ്മിത ഭാസുരേണ. ഭാസുരം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നത്. മന്ദസ്മിതം കൊണ്ട് ശോഭിക്കുന്നതായ മന്ദസ്മിത ഭാസുരേണ മുഖേന, ആ മുഖത്തോട് കൂടിയിട്ട്. ഭഗവാന്റെ മുഖത്ത് ചെറിയൊരു മന്ദഹാസമുണ്ട്, എന്നാൽ ആവശ്യത്തിന് ഗൗരവമുണ്ട്. അതാണ് അടുത്ത വാക്കിൽ പറയണത്. ആവിഷ്കൃത ഗൗരവ, കുറച്ച് ഗൗരവം കൈക്കൊണ്ടിട്ട്, ഒരു ഗുരുഭാവം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗൗരവം അല്ലെങ്കിൽ ഗുരുഭാവം കൈക്കൊണ്ടത്? ചെയ്യാൻ പോവേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല. ആ ഹ്രദത്തിൽ നിന്ന് കാളിയനെ ഓടിക്കണം. മാത്രമല്ല ഗോപൻ അത്രയ്ക്ക് താഴ്മയോട് കൂടിയിട്ട് ആ ദുരിതങ്ങൾ മുഴുവനും പറയാണ്ടായത്. അത് കേൾക്കുമ്പോൾ ഒരു നിസ്സാരമട്ട് എടുത്താൽ പറ്റില്ല. അവർക്ക് വിശ്വാസമുണ്ടാവണം, ശ്രീകൃഷ്ണൻ അത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം മുഖത്തെ ഭാവം കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതാണ് ആ ഗോപവൃദ്ധനോട് ഒരു കാരുണ്യവും സ്നേഹവും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ മന്ദസ്മിത ഭാസുരേണ എന്നുള്ള വാക്കും ചേർത്ത് അന്വയിക്കാം. അതിൻ്റെ അർത്ഥം അങ്ങനെ പറയാം. അതോടൊപ്പം തന്നെ ചെയ്യാൻ പോവണ പ്രവൃത്തിയുടെ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ട് മുഖത്തൽപ്പം ആ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ ഒരു തീവ്രത കൊണ്ടുവരും ചെയ്തു. അതാണ് ആവിഷ്കൃത ഗൗരവ, കുറച്ചൊരു ഗുരുഭാവം സ്വീകരിച്ചിട്ട് അവോചത് പറയുകയും ചെയ്തു. ആ വൃദ്ധനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 76-ാമത്തെ ശ്ലോകം നോക്കൂ. ഗച്ഛാര്യകാര്യേഷു വിഹായ ചിന്താം സർവം ഭവിഷ്യത്യനവദ്യമേവ കഥം ഹ്യുദാസീത സശാർഗധന്വാ ഗോബ്രാഹ്മണക്ഷേമവിധാനശീല. നല്ല രസകരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. തന്നെ തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് എന്നാൽ പറയാനുള്ളത് പറയുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു ശ്ലോകം. നമുക്ക് പദച്ഛേദം ആദ്യം നോക്കാം. ഗച്ഛ ആര്യ കാര്യേഷു വിഹായ ചിന്താം സർവം ഭവിഷ്യതി അനവദ്യം ഏവ കഥം ഹി ഉദാസീത സ ശർഗധന്വാ
ഗോബ്രാഹ്മണക്ഷേമ വിധാനശീല. ആ ഗോപനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, ഹേ ആര്യ, ഹേ സാധോ, ഹേ ജ്യേഷ്ഠതുല്യ, ഏട്ടന് തുല്യനായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ആര്യ എന്നോ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായിട്ടുള്ള സ്വഭാവങ്ങൾക്ക് ഉടമയായിട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥം വരാം. അതുകൊണ്ടാണ് ആര്യ എന്ന് വിളിച്ചത്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറയാണ്, ചിന്താം വിഹായ കാര്യേഷു ഗച്ഛ. ചിന്താം വിഹായ, ചിന്തകളൊക്കെ മാറ്റി വച്ചിട്ട് ഇനി ഇത്തരത്തിലുള്ള പേടികളൊന്നും വേണ്ട. കഴിഞ്ഞ ആ ശ്ലോകങ്ങളെ കൊണ്ടൊക്കെ പറഞ്ഞത് പേടിയാണ് ഇപ്പോൾ വൃന്ദാവനത്തിൽ താമസിക്കാൻ. ഒന്ന്, നല്ല കഠിനമായിട്ടുള്ള വേനല്; രണ്ട്, ഈ തീവ്രമായിട്ടുള്ള കാളിന്തിയുടെ അവസ്ഥ, പശുക്കൾ എല്ലാം ചത്തൊടുങ്ങുമോ എന്നുള്ള പേടി, ഇങ്ങനെ പലതും ഉണ്ട്. ആ പേടികളൊന്നും ഇനി വേണ്ട, ചിന്തകളൊക്കെ മാറ്റി വച്ചേക്കൂ. ഭഗവാൻ അങ്ങനെയാണല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് എല്ലാവരോടും ഇത് പറയുന്നുണ്ട്, കൂടുതലായിട്ട് ചിന്തിക്കണ്ട, അനുഗ്രഹം ഞാനിതാ തന്നു കഴിഞ്ഞിരിക്കണു. നമുക്കത് മനസ്സിലാവണില്ല. ഭഗവാൻ തരണ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അനുഗ്രഹം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ കേട്ടു എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റാറില്ല. ഇവിടെ ആ ഗോപനോട് നേരിട്ട് തന്നെ പറയാണ്, അങ്ങ് പേടിക്കുകയേ വേണ്ട, ചിന്തകളൊക്കെ കളഞ്ഞേക്കൂ. ചിന്താം വിഹായ കാര്യേഷു ഗച്ഛ. അങ്ങയുടെ പ്രവൃത്തി എന്താണോ, അങ്ങക്ക് എന്തൊക്കെയാ ചെയ്തു തീർക്കാനുള്ളത്, അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നോളൂ, ഒട്ടും പേടിക്കണ്ട. ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, സർവം അനവദ്യമേവ ഭവിഷ്യതി. എല്ലാം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നടന്നോളും. സർവം, അതായത് ഈ കാളിന്തിയിൽ വസിക്കുന്നതായ സർപ്പം ഇവിടെ നിന്ന് മാറിപ്പൊക്കോളും, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം തന്നെ, സർവം, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ആർക്കും ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാനും പോണില്ല. അതാണ് അനവദ്യം, അദോഷമേവ. ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഇവിടെ ജനങ്ങൾക്കോ പശുക്കൾക്കോ ഒന്നും യാതൊരു ദോഷവുമില്ലാതെ തന്നെ ഭവിഷ്യതി, ഭവിക്കുകയും ചെയ്യും. എല്ലാം സുഖകരമായി തീരും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് എന്നാണെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണല്ലോ. എന്താണ് ഉറപ്പായിട്ട് പറയണതെന്നാണെങ്കിൽ, ശാർഗധന്വ, ആ ശാർഗധന്വാവുണ്ടല്ലോ, ശാർഗം ധനുസ്സായിട്ടുള്ളവൻ, ശാർഗധന്വാവ് ഭഗവാൻ മഹാവിഷ്ണു. എങ്ങനെയുള്ള ആളാണ് ആ ശാർഗധന്വാവ്? വിശേഷണം രണ്ടാമതാണ് ഞാൻ പറയണതെങ്കിൽ ഇത് ആദ്യം പറയേണ്ടതാണ്. ഗോബ്രാഹ്മണക്ഷേമ വിധാനശീല. ഗോക്കൾക്കും ബ്രാഹ്മണർക്കും നന്മ മാത്രം ഉണ്ടാവണം, ക്ഷേമമുണ്ടാവണം, മംഗളമുണ്ടാവണമെന്ന് എപ്പോഴും കരുതുന്നവനായിട്ടുള്ള ആ ശാർഗധന്വാവുണ്ടല്ലോ, ഗോബ്രാഹ്മണ ക്ഷേമ വിധാനശീല. പശുക്കൾക്കും ബ്രാഹ്മണർക്കും ക്ഷേമം ഉണ്ടാക്കുന്നത് ശീലമാക്കിയവൻ. ശീലമാക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ശീലമല്ല. സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് ശീലം എന്ന് പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ എന്നും പശുക്കൾക്കും ബ്രാഹ്മണർക്കും അനുകൂലമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ ഉള്ള ആളാണ്. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവരാരെയും ഉപദ്രവിക്കാറില്ല, പശുക്കളും ഉപദ്രവിക്കാറില്ല, ബ്രാഹ്മണരും ആരെയും ഉപദ്രവിക്കാറില്ല. ബ്രാഹ്മണർ എന്നുള്ളത് കൊണ്ട് കേവലം ഒരു ജാതി ഒന്നും അല്ല കേട്ടോ പറയണത്, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മജ്ഞാനമുള്ളവർ, ബ്രഹ്മത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ, അവരൊരിക്കലും മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോവില്ല. പശുക്കളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, വ്യാപാരങ്ങൾ, പ്രവൃത്തികൾ അത് ഭഗവാൻ തന്നെ കൈക്കൊണ്ടോളും എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഭഗവാനോട്, മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയണത് പോലെയാണ് തോന്നുക. പക്ഷേ ഭഗവാൻ തന്നെ പറയാണ്, ഞാൻ അതിനുള്ള നടപടികൾ ഇപ്പം എടുത്തോളാം എന്നാണ്. അതുകൊണ്ട് വ്യംഗ്യമായിട്ടുള്ള അർത്ഥം എടുക്കേണ്ടത്. പക്ഷേ അത് ഗോപന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് പറയാണ്, ഭഗവാൻ മഹാവിഷ്ണു ഒരിക്കലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കില്ല. പശുക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബ്രാഹ്മണർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ സഹിക്കാനുള്ളൊരു അവസ്ഥ ഭഗവാനില്ല. തീർച്ചയായിട്ടും നടപടി ഇപ്പോൾ തന്നെ കൈക്കൊള്ളും എന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഭഗവാൻ സശാർഗധന്വ കഥം ഉദാസീതഹി, എങ്ങനെ അടങ്ങിയിരിക്കാനാണ്, എങ്ങനെ ക്ഷമ കിട്ടാനാണ്? പശുക്കൾക്ക് ഇങ്ങനെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ ശാർഗധന്വാവ് എങ്ങനെ അടങ്ങിയിരിക്കാനാണ്? തീർച്ചയായിട്ടും ഭഗവാൻ ഹിതമായിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും നന്മ വരാനുള്ള, ക്ഷേമം വരാനുള്ള പ്രവൃത്തികൾ ഉടനടി ചെയ്യുന്നതായിരിക്കും എന്ന് ആ വൃദ്ധഗോപനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയും ചെയ്തു.
ശരിക്കും പ്രവൃത്തി ചെയ്യാൻ പോണത് ശ്രീകൃഷ്ണനാണെങ്കിലും ഞാനിപ്പോൾ ചെയ്തോളാം എന്ന് പറയുന്നതിനേക്കാളും എത്ര സുന്ദരമാണ് ഭഗവാൻ ചെയ്തോളും എന്ന് പറയണത്. അപ്പോൾ ഭഗവാന്റെ ഒരു ഉപാധിയായിട്ട് ഭഗവാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ ചെയ്തു തീർക്കുമ്പോൾ ഭഗവാൻ അതിനായിട്ട് എന്നെ നിയോഗിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു ഭംഗി കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു വിനയത്തിൻ്റെ ഒരു സ്വഭാവം കൂടിയാണ്. അതാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇതി ശ്രുതി പ്രീതികരീം സ ദേവസ്താം ഗോപവൃദ്ധസ്യ ഗിരം നിശമ്യ അവോജദാവിഷ്കൃതഗൗരവസ്തം മുഖേന മന്ദസ്മിതഭാസുരേണ ഗച്ഛാര്യകാര്യേഷു വിഹായ ചിന്താം സർവം ഭവിഷ്യത്യനവദ്യമേവ കഥം ഹ്യുദാസീത സശാർഗധന്വാ ഗോബ്രാഹ്മണക്ഷേമവിധാനശീല. ഈ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.